ഇന്നൊരു മീറ്റ് റോൾ ആയാലോ. ഒരു കപ്പ് മൈദ എടുക്കുന്നുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള സോൾട്ട് ആഡ് ചെയ്യുക. ഉദ്ദേശം ഒരു കപ്പ് മതിയാവും കേട്ടോ, ഒരു 5-10 ഉണ്ടാക്കാനായിട്ട്. സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് ഇളം ചൂടുവെള്ളം, അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര, പിന്നെ 1 സ്പൂൺ ഈസ്റ്റിൻ്റെ ഫെർമെൻ്റ് ആയി വരട്ടെ. ഒരു 10-15 മിനിറ്റ് വെക്കണം കേട്ടോ, മൂടി വെക്കണേ. മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മൈദയിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്, 1 സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്യാം. ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈസ്റ്റ് ഇല്ലേ, അതൊന്നും ഇതായിട്ട് വന്നിട്ടുണ്ടാവും. ഞാൻ വിചാരിച്ചത്ര ഫെർമെൻ്റ് ആയില്ല, പക്ഷെ കുഴപ്പമില്ല, ഒഴിച്ചു കൊടുക്കാം. കുഴച്ചെടുക്കുന്നുണ്ട്. മറ്റിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഒരു 3-4 hours റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഒരു എയർ ടൈറ്റ് ആയ പാത്രത്തിൽ വെച്ചാൽ നമുക്ക് പോവാം. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈസ്റ്റ് പഴയതായിന്നാണ് തോന്നുന്നത്. ഈസ്റ്റ് പുതിയത് പൊട്ടിച്ച പാക്കറ്റ് അപ്പോൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ പാൻ വെച്ചു, ഓയിൽ ഒഴിച്ചു, സവാള ഇട്ട് കൊടുത്തു. പിന്നെ വേണ്ടത് ഒരു പെപ്പർ, ഫ്രഷായി പൊടിച്ചെടുക്കാൻ വേണ്ടി ഒരു 1.5 സ്പൂൺ പെപ്പർ എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് സോൾട്ട്, നന്നായി ഫൈൻ പൗഡറായി കിട്ടാൻ വേണ്ടിയിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്യാം. ബാക്കി പകുതി നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഒരു ഹാഫ് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്യാം. സവാള ഒന്ന് സോഫ്റ്റായി വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ളത് ഇടാം. ഈ ടൈമിൽ ഞാനൊരു എഗ്ഗിനെ എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. സോൾട്ട് ഓൾറെഡി അതിലുള്ളത് കാരണം പിന്നെ വേറെ ആഡ് ചെയ്യണ്ട. നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. ഇത് നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ എഗ്ഗ്. ഈ എഗ്ഗിലേക്ക് ഞാൻ കുറച്ച് പാൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ 2 എഗ്ഗ് എടുക്കണ്ട, പാലിൽ ഒഴിച്ച് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇതിനങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി സവാള സോട്ട വരുമ്പോഴേക്ക് അതിലേക്ക് ക്യാരറ്റും ക്യാപ്സിക്കവും കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പകുതി ക്യാപ്സിക്കും ഒരു ക്യാരറ്റും കേട്ടോ. ഇതേമാതിരി നീളത്തിൽ കട്ട് ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ വേണ്ടത് ബീഫിനെ കുക്ക് ചെയ്താണ് കേട്ടോ, അതും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പെപ്പർ പൗഡർ നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ, അതും ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യാം. ബീഫിനെ നമ്മൾ കൈ വെച്ച് തന്നെയാണ് കേട്ടോ ഒന്ന് ഇതാക്കി എടുത്തത്. മിക്സിയിലിട്ടൊന്നും ചതച്ചെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ മൈദ ഒന്ന് നമ്മുടെ കൗണ്ടർ ടോപ്പിലിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നല്ലോണം കുഴച്ച് നല്ല സോഫ്റ്റ് ആവുന്ന പറയാം. പിന്നെ ഈക്വൽ ഇതിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, ഈക്വൽ എമൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷെ ഈക്വലൊന്നും ആയില്ല. പിന്നെ ഓരോ ബോളും എടുത്തും പരത്തുണ്ട്. പിന്നെ നമ്മുടെ ഫില്ലിങ് എടുക്കാം. ഓരോ പരത്തിയതിലേക്ക് ഓരോ സ്പൂൺ ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനെ റോൾ ചെയ്തെടുക്കാം. അങ്ങനെ ഓരോന്നും നമുക്ക് പരത്തുക, ഫില്ല് ചെയ്യുക, റോൾ ചെയ്യുക. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അതിനുവേണ്ടി ബ്രെഡിനെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിലിരുന്നായത് കൊണ്ടാണ് കേട്ടോ ചൂടാക്കുന്നത്. എന്നിട്ട് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പെപ്പർ പൗഡറും സൈഡിൽ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതോടുമ്പോൾ എല്ലാത്തിലും ഒരു നല്ലൊരു ഫ്ലേവർ ആയിരിക്കുമല്ലോ. ആദ്യം ഒരെണ്ണം എടുത്തു, എഗ്ഗിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ആ പെപ്പറിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പെപ്പർ പൗഡർ ആ ബ്രെഡ് ക്രംസിൽ ഇട്ടാലും മതി. അങ്ങനെ ഓരോന്നും മാറ്റി വെക്കുന്നുണ്ട്. ഒരു കൈവച്ച് എഗ്ഗിലും മറ്റേ കൈവച്ച് മറ്റേ ബ്രെഡ് ക്രംസിലാക്കി കഴിഞ്ഞാൽ ബ്രെഡ് ക്രംസ് ഇങ്ങനെ കട്ടുകുത്തില്ല. രണ്ടും ഒരു കൈവച്ച് ആവുമ്പോൾ കട്ടുകുത്താൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു ഇരുമ്പിന്റെ ചീനച്ചട്ടി വെക്കുന്നുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്താൽ അത്രയും നല്ലതെന്ന് പറയും. പക്ഷെ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഓരോന്നാക്കിയിട്ടാട്ടോ താക്കുക. എണ്ണ കുടിക്കില്ല കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന അത്ര ഒന്നും വലിക്കില്ല. ആ കളർ മാറിക്കഴിഞ്ഞാൽ വേഗം എടുക്കാം കേട്ടോ. അപ്പോഴേക്കും ഉള്ള ഓൾമോസ്റ്റ് കുക്കാണല്ലോ, ഫില്ലിങ് കുക്കാണ്. പിന്നെ ആ പുറത്തെ കോട്ടിങ് മാത്രം ഒന്ന് ഇതായി വരണം. അങ്ങനെ ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ശരിക്കും നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കില്ലേ, അതേമാതിരി സോഫ്റ്റാണ് ഉള്ളൊക്കെ.
കഴിക്കാനും നല്ലതാണ്. നമുക്കിവിടെ ഏകദേശം ഒരു 8-10 കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബാക്കി ഞാൻ ഫില്ലിങ് ബാലൻസ് വന്നതിനെ സമൂസ ലീഫിലിട്ട് ഫില്ല് ചെയ്തു, അതിനെ വറുത്തെടുത്തു. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഞാൻ പറയില്ല, പക്ഷെ ടേസ്റ്റാണ്. അപ്പോൾ ഓക്കെ, ബൈ.